കേരളത്തിലെ ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ CPIM-ൽ വീണ്ടും തെറ്റുതിരുത്തൽ രേഖ. രേഖയ്ക്ക് CPIM പൊളിറ്റ് ബ്യൂറോ അംഗീകാരം നൽകി. അടുത്ത കേന്ദ്ര കമ്മിറ്റി യോഗം ഈ വിഷയം ചർച്ച ചെയ്യും. അതുല്യ വിവരങ്ങൾ നൽകുന്നു. അതുല്യ. ബനീഷ്, കേരളത്തിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ CPIM-നേറ്റ തോൽവിക്ക് പിന്നാലെ തെറ്റുതിരുത്തൽ നടപടികളിലേക്ക് പാർട്ടി കടന്നിരുന്നു. അതിൽ സംസ്ഥാന കമ്മിറ്റിയും അതുപോലെ തന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റും ഈ തെറ്റുതിരുത്തൽ നടപടികളുടെ ഭാഗമായി റിപ്പോർട്ട് അവതരിപ്പിക്കുകയും എല്ലാം ചെയ്തിരുന്നു. ഇപ്പോൾ അതിന് പിന്നാലെ CPIM-ന്റെ പൊളിറ്റ് ബ്യൂറോയിലും ഇന്നലെയും ഇന്നുമായി നടന്ന പൊളിറ്റ് ബ്യൂറോ യോഗത്തിലും ഇതേ സമാനമായ അഭിപ്രായം തന്നെയാണ് ഉയർന്നു വന്നിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായാണ് കേരളത്തിലെ തിരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെയുള്ള ഈ തെറ്റുതിരുത്തൽ രേഖയ്ക്ക് പൊളിറ്റ് ബ്യൂറോ ഇപ്പോൾ അംഗീകാരം നൽകിയിരിക്കുന്നത്. പ്രധാനമായും ഈ തെറ്റുതിരുത്തൽ രേഖയിൽ പറയുന്നത് സ്ഥാനാർത്ഥി നിർണയത്തിൽ CPIM-ന് പാളിച്ച പറ്റി എന്ന് തന്നെയാണ്. അതോടൊപ്പം തന്നെ പല നേതാക്കൾക്കും ഒരു പാർലമെന്ററി സ്ഥാന മോഹം ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ചും മുതിർന്ന നേതാക്കൾക്ക് ഇത്തരത്തിലൊരു പാർലമെന്ററി സ്ഥാന മോഹം ഉണ്ടായതാണ് വലിയൊരു തിരിച്ചടിയായത് എന്നാണ് ഈ ഒരു തെറ്റുതിരുത്തൽ രേഖയിൽ പറയുന്നത്. അതുപോലെ തന്നെ ഈ തെറ്റുതിരുത്തൽ രേഖ, അതായത് CPIM-ന്റെ കേരള ഘടകം അവതരിപ്പിച്ച രേഖ അങ്ങനെ തന്നെ അംഗീകരിക്കുകയല്ല ചെയ്തത്. മറിച്ച് അതിൽ CPIM-ന്റെ ഇത്തരത്തിലുള്ള PB-യിൽ ഉയർന്ന നിർദ്ദേശങ്ങളടക്കം ചേർത്തതിന് ശേഷമാണ് രേഖയ്ക്ക് അംഗീകാരം നൽകിയത്. പ്രധാനമായും ഈ പാർലമെന്ററി വ്യാമോഹത്തിന്റെ കാര്യമെല്ലാം PB-യിൽ നിന്നാണ് ഈ ഒരു നിർദ്ദേശം ഉയർന്നു വന്നത്. നേരത്തെ തന്നെ, അതായത് സംഘടനാ തലത്തിൽ ദൗർലഭ്യം ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ചും താഴെ തട്ടിൽ, അതായത് ഏറ്റവും കീഴ് ഘടകങ്ങളിൽ നിന്നുള്ള പ്രവർത്തകരെ അടക്കം കൂടെ നിർത്തുന്നതിലുള്ള സംഘടനാ സംവിധാനത്തിൽ ദൗർബല്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ പാർട്ടിയുടെ ഏറ്റവും ശക്തമായ കോട്ടയായി കണക്കാക്കിയിരുന്ന കണ്ണൂർ അടക്കമുള്ള മണ്ഡലങ്ങളിൽ അവിടെ ഉണ്ടായ സ്ഥാനാർത്ഥി നിർണയത്തിൽ പാളിച്ചകൾ പറ്റി എന്നുള്ള ഈ രണ്ട് കാര്യങ്ങളും കേന്ദ്ര ഘടകവും അതുപോലെ തന്നെ പോളിറ്റ് ബ്യൂറോയും നേരത്തെ തന്നെ വിലയിരുത്തിയിരുന്നു. അതിന് പുറമെയാണ് പ്രത്യേകിച്ചും മുതിർന്ന നേതാക്കളുടെ ഈ ഒരു മത്സരിക്കാനുള്ള ഒരു മോഹം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പാർലമെന്ററി മോഹം എന്ന് പറയുന്ന ഒരു നിർദ്ദേശം കൂടി PB അതുകൂടി തെറ്റുതിരുത്തൽ രേഖയിൽ ചേർക്കേണ്ടതുണ്ട് എന്ന് PB നിർദ്ദേശിക്കുന്നത്. പ്രധാനമായും ഇതിന് ചൂണ്ടിക്കാണിക്കുന്നത് TK ഗോവിന്ദൻ അതുപോലെ തന്നെ G സുധാകരൻ അടക്കമുള്ള നേതാക്കൾ മറ്റ് പാർട്ടികളിലേക്ക് പോയതിൻ്റെ ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കുന്നത്. പലരും പാർട്ടിയിൽ നിന്ന് പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിന്നു. ചിലരൊക്കെ മറുകണ്ഠം ചാടി എന്നാണ് പറഞ്ഞിരുന്നത്. ആ മറുകണ്ഠം ചാടിയവരായിട്ട് G സുധാകരൻ, TK ഗോവിന്ദൻ തുടങ്ങിയവരെ എല്ലാം തന്നെ ഈ പാർലമെന്ററി മോഹത്തിൻ്റെ ഉദാഹരണമായാണ് കാണിച്ചിരുന്നത്. ഈ PB യോഗത്തിന് ശേഷം മാധ്യമങ്ങളെ കാണവേ MA ബേബി തന്നെയാണ്, അതായത് CPIM ജനറൽ സെക്രട്ടറി MA ബേബിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. അതുകൊണ്ട് തന്നെ താഴെ തട്ട് മുതൽ തെറ്റുതിരുത്തൽ നടപടികൾ ആരംഭിക്കാൻ കേരള ഘടകത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മാത്രമല്ല, കേരളത്തിലെ തിരഞ്ഞെടുപ്പ് വരുന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ ചർച്ചയാവുകയും ചെയ്യും. അതിനായി കേന്ദ്ര കമ്മിറ്റി ജൂലൈ 11-നാണ് ആരംഭിക്കുക. ജൂലൈ 11-ന് ആരംഭിച്ച് 3 ദിവസം നീണ്ടു നിൽക്കുന്ന കേന്ദ്ര കമ്മിറ്റിയിൽ കേരളത്തിലെ തിരഞ്ഞെടുപ്പ് തോൽവിയും അതുപോലെ തന്നെ കേരളത്തിൽ തെറ്റുതിരുത്തൽ നടപടികളുടെ ഭാഗമായി സ്വീകരിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്, സംഘടനാ സംവിധാനത്തിലെ ദൗർബല്യം അതെങ്ങനെ തിരുത്താം അല്ലെങ്കിൽ എങ്ങനെ കൂടുതൽ ശക്തിപ്പെടുത്താം മുതലായ കാര്യങ്ങൾ ഈ കേന്ദ്ര കമ്മിറ്റിയിൽ ചർച്ചയാവും. കേരളത്തിൽ മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിലും ഈ സംഘടനാ ദൗർബല്യങ്ങൾ അത് പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായുള്ള പ്രവർത്തനങ്ങൾ നടത്താനും ഈ PB യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്. ബംഗാളിൽ പ്രത്യേകിച്ചും തിരഞ്ഞെടുപ്പിന് ശേഷം ബംഗാളിൽ ഉണ്ടായ കലാപസമാനമായിട്ടുള്ള സാഹചര്യം, ഇടതുപക്ഷത്തിന് അതിലെന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ള ചർച്ചയും നടന്നിരുന്നു. അത് ബംഗാളിൽ സംഘടനാ ശാക്തീകരണത്തിൻ്റെ ഭാഗമായി സംസ്ഥാന പ്ലീനം, പാർട്ടി പ്ലീനം വിളിച്ചു ചേർക്കാൻ തീരുമാനമായിട്ടുണ്ട്. അതായത് ജൂലൈയിൽ തന്നെ, ജൂലൈ ആദ്യ വാരത്തിലോ അല്ലെങ്കിൽ 2ാം വാരത്തിലോ തന്നെ ബംഗാളിൽ സംസ്ഥാന തലത്തിലുള്ള പാർട്ടി പ്ലീനം വിളിച്ചു ചേർക്കാനാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. അതുപോലെ തന്നെ തമിഴ്നാട്ടിലെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുന്ന കാര്യത്തിലും ഈ PB യോഗത്തിൽ ചർച്ച നടന്നിട്ടുണ്ട്. കേരള ഘടകത്തിലും അതുപോലെ തന്നെ തമിഴ്നാട് ഘടകങ്ങളോട് സംഘടനാ തലത്തിലുള്ള പ്രവർത്തനം മെച്ചപ്പെടുത്താനും താഴെ തട്ടിൽ തെറ്റുതിരുത്തൽ ആരംഭിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ഈ കേരളത്തിലെ തിരഞ്ഞെടുപ്പ് തോൽവി എന്ന് പറയുന്ന ആ ഒരു വിഷയത്തിൽ തെറ്റുതിരുത്തൽ രേഖയ്ക്ക് പൊളിറ്റ് ബ്യൂറോയും അംഗീകാരം നൽകിയിരിക്കുകയാണ്. MA ബേബിയാണ് കരട് അവതരിപ്പിച്ചത്. അതിന് യോഗം ചില നിർദ്ദേശങ്ങളോടുകൂടി അംഗീകാരം നൽകുകയായിരുന്നു. PB നിർദ്ദേശിച്ച കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഈ തെറ്റുതിരുത്തൽ
രേഖ, അതിന്മേലുള്ള ചർച്ചയും മറ്റു ഭാവി നടപടികളും എല്ലാം തന്നെ ഇനി ജൂലൈ 11 ചേരുന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ വിശദമായ ഒരു അവലോകനത്തിനും അതുപോലെ തന്നെ ചർച്ചയ്ക്കും വിധേയമാകും. അതിനുശേഷം മറ്റ് നടപടികൾ, അതുപോലെ തന്നെ ഇത്തരത്തിൽ പ്ലീനം വിളിച്ചു ചേർക്കേണ്ട സാഹചര്യമില്ല എന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത്. അപ്പോൾ അതിൽ ആ ഒരു തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇനി ജൂലൈ 11 ചേരുന്ന ഈ കേന്ദ്ര കമ്മിറ്റി യോഗത്തിലായിരിക്കും തീരുമാനിക്കുക. തോൽവിക്ക് പിന്നാലെ തെറ്റുതിരുത്തൽ രേഖയ്ക്ക് CPM പോളിറ്റ് ബ്യൂറോ അംഗീകാരം നൽകിയിരിക്കുന്നു.